ഹായ്, ഇസൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് പലപ്പോഴും റിലേഷൻഷിപ്പിൽ ചീറ്റിംഗിലേക്ക് വഴി തെളിക്കാറുണ്ട്. അതായത് സ്നേഹിക്കുന്ന ആളുകൾക്കിടയിലുള്ള അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് അത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ട് മാറാമെന്നുള്ളതാണ്. സോ എങ്ങനെയാണ് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഈ ഒരു ചീറ്റിങ്ങിലേക്ക് വഴി തെളിക്കുന്നത് അല്ലെങ്കിൽ അതിന് കാരണമാകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റിൽ വരുന്ന ആളുകളുണ്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ക്ലോസ് ആവുന്നത് ഭയങ്കര പേടിയായിരിക്കും. അതായത് ഒത്തിരി ക്ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിട്ടിട്ട് പോകുമോ എന്നുള്ള പേടിയൊക്കെയാണ്. മാത്രമല്ല ഒത്തിരി ക്ലോസ് ആകുമ്പോൾ ഭയങ്കര സഫോക്കേഷൻ ഇവർക്ക് ഫീൽ ചെയ്യും. അതായത് ഇവരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇപ്പം നിലവിൽ നമുക്കുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഒത്തിരി ക്ലോസ് ആവാതിരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് പലരും പാർട്ട്ണറെ ചീറ്റ് ചെയ്തുകൊണ്ട് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാറുണ്ട്. അപ്പം ഇങ്ങനെ തൻ്റെ പാർട്ട്ണർ തന്നോട് ക്ലോസ് ആവുമ്പോൾ ആ ഒരു ക്ലോസ്നെസ് ഭയക്കുന്ന ആളുകൾ മറ്റ് റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറെ ചീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. എല്ലാവരും എന്ന് പറയുന്നില്ല, കുറച്ച് പേര്. അത് വേറെ ഒന്നും കൊണ്ടല്ല എന്ന് കരുതി തെറ്റല്ല എന്നല്ല, തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവർ എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒത്തിരി അടുക്കുന്നത് പേടിയുണ്ട്. സോ അതൊന്ന് ആ ഒരു ക്ലോസിനെസ് ഒന്ന് ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് അതിൽ വരുന്ന ആളുകളുണ്ട്. അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഒരു പേടിയാണ്, എൻ്റെ പാർട്ട്ണർ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കുമോ എന്നുള്ള ഒരു കാര്യം. ഇത് അവർക്ക് അവരുടെ പാർട്ട്ണറിൽ നിന്ന് തന്നെ കേൾക്കണം എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവില്ല. അതായത് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ പാർട്ട്ണർ എന്നോട് പറയണം, ഇല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവണം, അല്ലെങ്കിൽ എനിക്ക് സമാധാനമാവുന്ന രീതിയിൽ തന്നെ എനിക്കത് അറിയണം എന്നുള്ള ഒരു ചിന്തയുള്ള ആളുകളാണ്. അപ്പം ഇവർക്ക് അത് കേൾക്കാത്തടത്തോളം സമാധാനം ഉണ്ടാവില്ല. മാത്രമല്ല ഇവർ വാലിഡേഷൻ തേടി പോകുന്ന ആളുകളാണ്. ഇവരെ ആരാണോ കൂടുതലായിട്ട് ഒരു അറ്റൻഷൻ കൊടുക്കുന്നത്, ഇവരെ കുറിച്ചൊന്ന് നല്ല രീതിയിൽ ഇങ്ങനെ പുകഴ്ത്തി പറയാനൊന്നും പറയുന്നില്ല, എന്നാലും ഇവർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കുക, ഇവർക്കൊരു പ്രത്യേകമായിട്ടുള്ള കെയറിങ് കൊടുക്കുന്നത്, ആ ഒരാളിലേക്ക് ഇവർക്കൊരു ചായ്വ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരെന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ വിചാരിക്കുക. നോർമലി ഇവർക്ക് സ്നേഹം വേണം എന്നുള്ള ആളുകളാണ്. മാത്രമല്ല പാർട്ട്ണർ എത്ര സ്നേഹിച്ചു കഴിഞ്ഞാലും ഇവരുടെ മനസ്സിലൊരു ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, എൻ്റെ പാർട്ട്ണർക്ക് എന്നെ ഇഷ്ടമുണ്ടാവില്ലേ, എന്നെ വിട്ടു പോകുമോ, ഈ പേടി ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന ആളുകളാണ്. സ്നേഹത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ കൂടിയാണ് കേട്ടോ. അപ്പം ഇവരുടെ പാർട്ട്ണർ ചിലപ്പോൾ ഇവർക്ക് ഒരു അറ്റൻഷൻ കൊടുത്തു എന്ന് വരില്ല, ഇവർ ചിന്തിക്കുന്ന പോലെ ഒന്നും ഇവരുടെ പാർട്ട്ണർ പെരുമാറിയെന്ന് വരില്ല. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ആരാണോ അറ്റൻഷൻ കൊടുക്കുന്നത് ആ ഒരാളിലേക്ക് ഇവരുടെ ശ്രദ്ധയും ഇഷ്ടവും ഒക്കെ പോകും എന്നുള്ളതാണ്. ഇത് അവരുടെ പാർട്ട്ണറുടെ കുഴപ്പം എന്നുള്ളതൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്, പക്ഷേ ഇവരുടെ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് ഇവരുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരാളായിരിക്കാം, പക്ഷേ ഇവരെന്ന് പറയുമ്പോൾ പ്രകടമായിട്ട് തന്നെ സ്നേഹം കിട്ടണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ കിട്ടാതെ വരുമ്പോൾ ഇവർക്ക് ഈ ഒരു ചീറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു വഴി ഇവർ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ട്രോമ ബോണ്ടിങ് ആണ്. അതായത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇവരുടെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു ട്രോമ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ നിലവിലുള്ള റിലേഷൻഷിപ്പിൽ ഇവർക്ക് ഫീൽ ചെയ്യും അതുപോലെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത ഇവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ അവർ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ഒരു ഇഷ്ടം ചെറിയ രീതിയിൽ കുറയും. സോ ഇവർ മറ്റൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രോമ അവരുടെ ലൈഫിൽ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ മറ്റൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് നിലവിലുള്ള റിലേഷൻഷിപ്പിൽ കുറച്ച് ഫെമിലിയർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മുമ്പത്തെ റിലേഷൻഷിപ്പുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ടൊക്കെ ചെറുതായിട്ട് സാമ്യമുള്ളതുപോലെ ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിടാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിടുന്നില്ല എന്നുണ്ടെങ്കിലും അതിനോടുള്ള താല്പര്യം കുറയും. അതുകൊണ്ട് തന്നെ മറ്റൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യും. അത് ഈ ഒരു പാർട്ട്ണർ അറിയാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അങ്ങനെ വേറൊരു റിലേഷൻഷിപ്പ് ഇവർ ചൂസ് ചെയ്യും എന്നുള്ളതാണ്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രോമ സംഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ പാർട്ട്ണറെ ചെറിയ രീതിയിൽ ചീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തം വാല്യൂ വലിയ രീതിയിൽ മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ റിലേഷൻഷിപ്പിൽ ഇവർക്ക് അവരുടെ പാർട്ട്ണറുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറ്റാച്ച്മെന്റ് ഇഷ്ടമാണ്. പക്ഷെ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയിരിക്കുമോ, എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ഞാൻ ഓക്കെ ആയിരിക്കുമോ, എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ അവർക്ക് കിട്ടുമോ എന്നൊരു ചിന്ത എപ്പോഴും ഇവരുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും.
അതായത് അവരെ കിട്ടാനായിട്ട് എനിക്ക് അർഹതയുണ്ടോ എന്നൊരു കാര്യം ഇവർ ചിന്തിക്കും. ഇവർക്ക് ഇവരുടെ ഒരു വാല്യൂ കൃത്യമായിട്ട് മനസ്സിലാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു നെഗറ്റീവായുള്ള ചിന്ത വന്നുകൊണ്ടിരിക്കും. സോ ഇവരും ആഗ്രഹിക്കുന്നത് വാലിഡേഷനാണ്. ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു വാല്യൂ കിട്ടണം എന്നവർ വിചാരിക്കാറുണ്ട്. കാരണം ഇവർക്ക് സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കിട്ടുന്ന ഇടത്തേക്ക് ഒരു ചായ്വ് ഇവർക്ക് എപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്വന്തമായിട്ട് ഉള്ള നമുക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ്, ഈ കാര്യമൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. ഇവരെ ആരെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊക്കി പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സന്തോഷമാവും. മാത്രമല്ല ഇവർക്ക് അവരോട് ഭയങ്കര ആരാധനയും ഇഷ്ടവും ഒക്കെ തോന്നുന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ആ ഒരാളോട് ഇഷ്ടം തോന്നാം. അപ്പൊ ഇവർക്ക് ഇങ്ങനെ മറ്റൊരാളോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ഇത് അവരുടെ പാർട്ട്ണറുടെ പ്രശ്നമൊന്നുമല്ല കേട്ടോ. ഇവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവർക്ക് സ്വന്തമായിട്ട് ഉള്ളൊരു സെൽഫ് കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇവരൊന്ന് ബൂസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരാളോട് ഇഷ്ടം തോന്നും. മാത്രമല്ല ഇവരപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് നിലവിൽ ഒരു സംശയമുണ്ട് തൻ്റെ പാർട്ട്ണർക്ക് താൻ ഓക്കെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇവരോട് മറ്റാരെങ്കിലും ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ ഇവർ വിചാരിക്കാം ആ ഒരാൾക്ക് ഞാൻ ഓക്കെയാണ്, എനിക്ക് അവരും ഓക്കെയാണ് എന്നുള്ളതാണ്. കാരണം ഇവർ ഓക്കെ ആയതുകൊണ്ടാണ് ആ ആള് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും. അതായത് നിന്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നീ പറയുന്നത് നല്ല രസമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നോട് അത്രയും ഇഷ്ടം തോന്നിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഓക്കെയാണ് എന്നുള്ളൊരു കാര്യം ഇവർ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇവരുടെ പാർട്ട്ണറെ ചീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സാധാരണ അറ്റാച്ച്മെന്റ് ഇഷ്യൂസിൽ വരുന്നത്. അതായത് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് തൻ്റെ പാർട്ട്ണറെ ചീറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു എന്നതിൻ്റെ പുറകിലുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചീറ്റിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അറ്റാച്ച്മെന്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണെങ്കിലും ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കുക. കാരണം വേറെ ഒന്നല്ല, അത് ചീറ്റിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരസ്പരം മാനസികമായിട്ടുള്ള അടുപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെ ചീറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവരെ ചീറ്റ് ചെയ്യും. അതങ്ങനെയാണ്. വേറൊരാളോട് ഇഷ്ടം തോന്നും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ ഒരു പേഴ്സണെ കുറ്റം പറയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഓക്കെ ആക്കാൻ നോക്കുക. അറ്റാച്ച്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു റിലേഷൻഷിപ്പിലും. അപ്പം എന്തായാലും ആരുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ. പ്രശ്നമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മടിക്കാതിരിക്കുക, മറക്കാതിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്